ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ആദ്യ T20 ഇന്നായിരുന്നു. ഇപ്പോഴത്തെ ഇന്ത്യ കളി ജയിച്ചിരിക്കുകയാണ്. മികച്ച വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. അപ്പോൾ ഈ ഒരു കളിയെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് അഫ്ഗാനിസ്ഥാനായിരുന്നു. അവർക്ക് നല്ലൊരു തുടക്കമായിരുന്നു ഇന്ന് ലഭിച്ചത്. ഓപ്പണിംഗിൽ തന്നെ അഫ്ഗാനിസ്ഥാൻ അടിച്ചു കളിച്ചു. പിന്നീട് അവരുടെ സൂപ്പർ താരം ഗുർബാസിനെ പുറത്താക്കി അക്സർ പട്ടേൽ ഇന്ത്യക്ക് ആദ്യ ബ്രേക്ക് ത്രൂ സമ്മാനിച്ചു. പിന്നീട് അങ്ങോട്ട് അഫ്ഗാന്റെ വിക്കറ്റുകൾ പെട്ടെന്ന് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അഫ്ഗാൻ ടീമിൽ മുഹമ്മദ് നബി മികച്ച കളിയാണെന്ന് പുറത്തെടുത്തത്. അങ്ങനെ അഫ്ഗാൻ ഇന്ന് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇന്ത്യ സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. ഇന്ത്യൻ ടീമിൽ കോഹ്ലിയും സഞ്ജുവും ഉണ്ടായിരുന്നില്ല. സഞ്ജുവിനെ സൈഡ് ബെഞ്ചിലിരുത്തി ജിതേഷ് ശർമ്മയായിരുന്നു ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ. വീണ്ടും സഞ്ജുവിന് അവഗണന മാത്രം. അങ്ങനെ സെക്കൻഡ് ബാറ്റിംഗിൽ രോഹിത് ശർമ്മയും ഗില്ലുമാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. ഇന്ത്യക്ക് വളരെ മോശം തുടക്കമാണ് ഇന്ന് ലഭിച്ചത്. രണ്ടാം ബോളിൽ തന്നെ രോഹിത് ശർമ്മ ഔട്ടായി. ഡെക്കിലാണ് താരം പുറത്തായത്. പിന്നീട് തിലക് വർമ്മയാണ് ക്രീസിലെത്തിയത്. തിലക് വർമ്മയും ഗില്ലും ചേർന്ന് ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിച്ചു. എങ്കിലും ഈ ഒരു കൂട്ടുകെട്ടിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. 28 റൺസിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ വിക്കറ്റും പോയി. ഗില്ലാണ് പുറത്തായത്. താരം ഇന്ന് 23 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ശിവൻ ദൂബെ ക്രീസിലെത്തി. ദൂബെ വന്നതും വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. തിലകും ദൂബയും ചേർന്ന് ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിച്ചു. ഈ സമയത്താണ് തിലക് വർമ്മ ഔട്ടാവുന്നത്. 72 റൺസിൽ ഇന്ത്യയുടെ 3 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ജിതേഷ് ശർമ്മയും ശിവൻ ദൂബയും കളിച്ചു. എന്തായാലും ഇപ്പോൾ ഇന്ത്യ ഫസ്റ്റ് T20യിൽ ജയിച്ചിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനെതിരെ ഈസി ആയിട്ടാണ് ഇന്ത്യ കളി ജയിച്ചത്. എങ്കിലും അഫ്ഗാൻ ഇന്ന് മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ അഫ്ഗാൻ ടീമല്ല നമ്മൾ ഇന്ന് കണ്ടത്. രോഹിത് ശർമ്മ ഡെക്കിൽ പുറത്തായതാണ് ആരാധകർക്ക് നിരാശ. അതുപോലെ മലയാളി താരം സഞ്ജുവിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. ജിതേഷ് ശർമ്മയെ പ്ലേയിങ്ങിൽ ഇറക്കി. സഞ്ജുവിനെ മനഃപൂർവ്വം ഒഴിവാക്കി. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.